ഏതൊരു ഭാരതീയനും ഏറെ കൊതിച്ചിട്ടുള്ളൊരു വാർത്തയാണ് ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദാവൂദ് ഇബ്രാഹിം എന്ന ലോകം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിലേറെ നമ്മുടെ രാജ്യം വേട്ടയാടി പിടിക്കാൻ ശ്രമിക്കുന്ന കൊടും ഭീകരൻ ഉള്ളിൽ മാരക വിഷമെത്തിയിട്ട് ഗുരുതരാവസ്ഥയിൽ കറാച്ചിയിലെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അടിവരയിട്ട് പറയുകയാണ്, അജ്ഞാതരാൽ വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്നത് അതങ്ങ് കാനഡയുടെ നഗരത്തിലാണെങ്കിലും അവിടെ പോയിട്ട് കൊന്നുതള്ളാൻ നമുക്ക് അജ്ഞാതരുണ്ട്. അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായിട്ടുള്ള ഐസിസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടു മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നിന്നിട്ടുള്ള ഭീകരനെ കൊന്നു തള്ളിയിട്ടുണ്ട്. അതേപോലെ തന്നെ കറാച്ചിയിൽ നമ്മുടെ രാജ്യത്തിനെതിരെ നിന്നിട്ടുള്ള കൊടും ഭീകരൻ്റെ തലയും ഉടലും വേർപിരിഞ്ഞ അവസ്ഥയിലും നമ്മളെല്ലാവരും തന്നെ വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അടിവരയിട്ട് തന്നെ പറയുകയാണ്, ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെയും വിധി മറ്റൊന്നല്ല. ഏതൊരു ഭാരതീയനും ആഗ്രഹിക്കുന്ന, കുളിർമേകുന്ന ആ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഈ ദാവൂദ് ഇബ്രാഹിമും കൊല്ലപ്പെട്ടു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത എത്തുക തന്നെ ചെയ്യും. മറ്റൊന്ന് പറയാനുള്ളത്, ഈ ദാവൂദ് ഇബ്രാഹിമിനേക്ക് പാകിസ്ഥാനിലെ ആളുകൾക്കൊക്കെ തന്നെ വീരപുരുഷനായിട്ടുള്ള, വീരപരിവേഷം കൊടുത്തുള്ള നായകനായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ അതേ ചിന്തയോടുകൂടി തന്നെ നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകളും ഇതൊക്കെ തന്നെ അങ്ങനെ കാണുന്നവരും ഉണ്ട് എന്നുള്ളതാ. ഈ മാരക വിഷമൊക്കെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്ന വാർത്ത കേട്ടിട്ട് നമ്മുടെ രാജ്യത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം തോന്നുകയാണെങ്കിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്ത് ജീവിക്കാൻ നിങ്ങൾക്കൊന്നും യാതൊരു അർഹതയുമില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ വിഷമം തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാജ്യം പോവുക. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ഇതുപോലെ വൈകാരികമായിട്ട് ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെ വിഷയം എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തെ ഒരുപാട് പൗരന്മാരെ കൊന്നു തള്ളിയിട്ടുണ്ട് ഈ ദാവൂദ് ഇബ്രാഹിം. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഒരുപാട് തവണ ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെ മരണം, കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കാൻ ഈ രാജ്യത്തുള്ള ഓരോ പൗരനും വളരെ സന്തോഷത്തോടു കൂടി തന്നെ കാത്തു നിൽക്കുകയാണ്.